ഗോൾഡ് FM കൗതുക വാർത്തകൾ. കൗതുക വാർത്തയുമായി ശ്രീകുമാർ. ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്ത ഒരാളെ സുഹൃത്താക്കാൻ റിക്വസ്റ്റ് അയച്ചിട്ടും പ്രതികരണമില്ലെങ്കിൽ എന്തു ചെയ്യും? അക്കാര്യമേ അങ്ങ് മറന്നു കളയുകയാണ് സാധാരണ എല്ലാവരുടെയും പതിവ്. എന്നാൽ ബെൽജിയംകാരനായ ഒരു വിദ്യാർത്ഥി തന്റെ റിക്വസ്റ്റിനോട് പ്രതികരിക്കാത്ത സുഹൃത്തിനെ തേടി 8000 കിലോമീറ്റർ യാത്ര ചെയ്തു. വിക്ടർ വാൻ റോസം എന്ന 24-കാരനാണ് നല്ല സുഹൃത്തായിരിക്കും എന്ന് മനസ്സിൽ തോന്നിയതിന്റെ പേരിൽ തന്റെ ഇരട്ടി പ്രായമുള്ള നെയിൽ ഡി റെഡ്കെ എന്നയാളെ തെരഞ്ഞ് ജർമ്മനിയിൽ നിന്ന് US-ലെത്തിയത്. നെറ്റിൽ റെഡ്കോയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ റോസം തന്റെ സുഹൃത്തായി മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. റെഡ്കെയുടെ താൽപര്യങ്ങളും ഒഴിവുകാല വിനോദങ്ങളും വ്യത്യസ്തമായിരിക്കുമെന്ന് ശക്തമായ തോന്നലുണ്ടായി. താൻ തീർച്ചയായും കണ്ടിരിക്കേണ്ടയാളാണിതെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഒരു സുഹൃത്തിനോടൊപ്പം US-ലെത്തിയ റോസം ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിലാണ് റെഡ്കെയെ കണ്ടുപിടിച്ചത്. റെഡ്കെയെ തിരഞ്ഞു നടത്തിയ യാത്ര ഒരു ഡോക്യുമെന്ററിയായി ചിത്രീകരിക്കാനും ഇവർക്ക് കഴിഞ്ഞു. തെരുവുകളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചും റെഡ്കെയുടെ പേര് പതിച്ച് ടീഷർട്ടുകൾ പുറത്തിറക്കിയുമാണ് റോസമും സുഹൃത്തും തെരച്ചിൽ നടത്തിയത്. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു പുസ്തക പ്രകാശന പരിപാടിയിൽ വെച്ചാണ് തേടി നടന്ന സുഹൃത്തിനെ ഇവർ കണ്ടെത്തിയതും. റെഡ്ക എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. എങ്കിലും പതിയെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് റോസമിനെ സ്വീകരിച്ച റെഡ്ക ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ച പോലെയാണ് പെരുമാറിയത്. മൂവരും ഒരുമിച്ച് 3 ആഴ്ചയോളം ചെലവഴിച്ചു. അടുത്ത വേനലിൽ റോസമിനൊപ്പം ചെലവഴിക്കാമെന്ന കരാറിന്മേലാണ് ഈ അപൂർവ സുഹൃത്തുക്കൾ പിന്നീട് പിരിഞ്ഞത്. ചിലതങ്ങനെയാണ്. നീലത്തടാകത്തിന്റെ അടിത്തട്ടിലാണല്ലോ ചില നല്ലതുകളൊക്കെ കിടക്കുന്നത്. ഗോൾഡ് FM കൗതുക വാർത്തകൾ. 101.3. This is Gold.